കേരള തീരത്ത് വൻ പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുന്നതും മത്സ്യസമ്പത്തിനെയും ജൈവ കണങ്ങളെയും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതുമായ കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ. കടൽ മണൽ ഖനനത്തിന് ടെൻഡർ ലഭിച്ച കമ്പനി തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുമെന്ന പ്രഖ്യാപനം കുറുക്കന്റെ കയ്യിൽ കോഴിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതുപോലെയെന്നും പ്രതാപൻ. കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച നടത്തുന്ന പാർലമെന്റ് മാർച്ചിനെക്കുറിച്ച് വിശദീകരിക്കാൻ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ. മത്സ്യം ഭക്ഷിക്കുന്നവരെ വരെ ബാധിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഖനനം. നമ്മുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ പോഷകാഹാരമാണ് മത്സ്യം. ആ മത്സ്യങ്ങൾ ഇതോടുകൂടെ ഉന്മൂലനം ചെയ്യപ്പെടും. നമ്മൾ ഖനനം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പറമ്പിൽ കാണുന്ന ഖനനം പോലെയല്ല. ഭീമാകാരമായ, ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭീമാകാരമായ യന്ത്രവൽകൃത സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കടലിൽ മണൽ ഖനനം നടത്താൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടാണ് ഇതിനു വേണ്ടി നോട്ടിഫിക്കേഷൻ നടത്തിയത്. ഇന്ത്യയിലെ സാധാരണ ഖനനം നടത്തുന്ന ആർക്കും ഇത്തരം സൗകര്യങ്ങളില്ല. പ്രധാനമന്ത്രിയുടെ ചങ്ങാത്ത മുതലാളിമാർക്ക് വേണ്ടിയാണ് ഈ ഖനന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സൗകര്യമൊരുക്കാനായിട്ടാണ് കടൽ മണൽ ഖനന തീരുമാനമെടുത്തത്. പ്രധാനമന്ത്രിയുടെ ചങ്ങാത്ത മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഖനന തീരുമാനം എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കും. കേരളം ഒറ്റക്കെട്ടായി തീരദേശ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തിയിട്ടും കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെന്ന് മാത്രമല്ല, ടെൻഡർ നടപടികൾ നടത്തി മുന്നോട്ടു പോകുകയാണ്. കടൽ മണൽ ഖനനം നടത്തിയാൽ കടലിൽ വൻ പ്രകമ്പനമുണ്ടാവുകയും കടലിലെ ജൈവ കണങ്ങളെല്ലാം നശിച്ചു പോവുകയും ചെയ്യും. ടെൻഡർ ലഭിച്ച കമ്പനി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുമെന്ന പ്രഖ്യാപനം കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചതുപോലെയാണ്. കേരള മുഖ്യമന്ത്രി സർവകക്ഷി സംഘവുമായി പ്രധാനമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിക്കണമെന്നും ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു. നിരവധി ഘട്ടങ്ങളിൽ സമരം നടത്തി. ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ സമരം കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകന്മാരുൾപ്പെടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തുണ നൽകിക്കൊണ്ടാണ് 27-ാം തീയതി തീരദേശ ഹർത്താൽ തന്നെ നടത്തിയത്. എന്നിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് മാത്രമല്ല, ടെൻഡർ നടപടികൾ നടത്തി ഇതിപ്പോ പ്രഖ്യാപിക്കുന്നത് ടെൻഡർ ലഭിച്ച കമ്പനി തന്നെ പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതാണ്. കുറുക്കന്റെ കയ്യിൽ കോഴിയെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് ഈ പ്രഖ്യാപനം. നമ്മൾ നാടൻ ഭാഷ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കാന്ന് പറയും. ടെൻഡർ കിട്ടിയ ആളെ പരിസ്ഥിതി ആഘാത പഠനത്തിന് ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പാർലമെന്റ് മാർച്ച് ബുധനാഴ്ച രാജ്യതലസ്ഥാനത്ത് നടക്കും. രാവിലെ 11-ന് ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിൽ നിന്ന് പ്രതിഷേധ റാലി ആരംഭിക്കും. കേരളത്തിൽ നിന്നുള്ള UDF, LDF MP-മാർ, കേരളത്തിലെ വിവിധ തീരദേശ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLA-മാർ, വിവിധ മത്സ്യത്തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഭാരവാഹികൾ, തൊഴിലാളികൾ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നും പ്രതാപൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.